മനോരമാദി പത്രങ്ങളൊക്കെ പറയുന്നത് ഗ്രൂപ്പിസമാണ് കായംകുളത്തെന്നാണ്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു റാലി ഇപ്പൊ നടത്തുകയുണ്ടായിരുന്നു. എതിരായിട്ടുള്ള ഈ പറയുന്ന മനോരമാദി പത്രങ്ങൾ അടക്കം ആ റാലി എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് നിങ്ങൾ നോക്കും. 2021 ഉണ്ടായതുപോലെ ഒരു ഭരണ തുടർച്ചയ്ക്ക് കേരളം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം പരസ്യമായി വ്യക്തമാക്കുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെതാകുന്ന ആഗ്രഹങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട്. ആഗ്രഹവും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആലപ്പുഴയിൽ എങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഹരിപ്പാട് മാത്രമാണ് നഷ്ടപ്പെട്ടത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ ഹരിപ്പാട് കൂടി വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ. ഞങ്ങൾക്കതിന് കഴിയും എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ എന്നോടൊപ്പം ഉള്ളത് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ CB ചന്ദ്രബാബുവാണ്. സഖാവേ, സ്വാഗതം. 4ാം വാർഷികം എല്ലാ ജില്ലകളിലും ആചരിക്കുകയാണ്. ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് സതീശൻ പറയുന്നത് 100 സീറ്റുമായി 2026 തിരിച്ചു വരുമെന്നാണ്. ആശങ്കയുണ്ടോ? ഞങ്ങൾക്കൊരാശങ്കയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ നാട്ടിൽ നടപ്പാക്കുന്ന നയങ്ങളുടെയും പരിപാടികളുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ വിശ്വാസം കൂടുതൽ ആയി ആർജിച്ചിട്ടുണ്ട്. ജനങ്ങളെ വലിയ തോതിൽ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ പിന്നിൽ അണിനിരത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. 2021 ഉണ്ടായതുപോലെ ഒരു ഭരണ തുടർച്ചയ്ക്ക് കേരളം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇന്ന് കേരളം പരസ്യമായി വ്യക്തമാക്കുന്ന കാര്യം. പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെതാകുന്ന ആഗ്രഹങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള അവകാശമുണ്ട്. ആഗ്രഹവും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് താങ്കൾ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. വളരെ ആത്മവിശ്വാസത്തിൽ. തീർച്ചയായും. ഒന്നുകൂടി ചോദിക്കട്ടെ, ഇപ്പൊ താങ്കളുടെ ജില്ലയായ ആലപ്പുഴ 2021 തെരഞ്ഞെടുപ്പിൽ മിന്നുന്നൊരു വിജയമാണ്. ഒരു സീറ്റ് മാത്രം, ഹരിപ്പാട് സീറ്റ് മാത്രം നഷ്ടപ്പെട്ടത്. എന്തായിരിക്കും 2026 ആലപ്പുഴയുടെ മുന്നേറ്റം? ആലപ്പുഴയിൽ എങ്ങനെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? 2021 മാത്രമല്ലല്ലോ, 2016 ഞങ്ങൾ 8 സീറ്റിലും വിജയിച്ചു. ഹരിപ്പാട് മാത്രമാണ് നഷ്ടപ്പെട്ടത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ആ ഹരിപ്പാട് കൂടി വിജയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ തൊഴിലാളികൾക്ക് പ്രസ്ഥാനം എന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിന് കഴിയും എന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. തീർച്ചയായും കഴിഞ്ഞ 2016 ശേഷമുള്ള തുടർച്ചയായ ഗവൺമെന്റുകളാണെങ്കിലും അതിനു മുമ്പുള്ള ഇടതുപക്ഷ ഗവൺമെന്റുകളാണെങ്കിലും ആലപ്പുഴയുടെ വികസനത്തിനും പുരോഗതിക്കും ആലപ്പുഴയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങൾ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. ഓക്കെ, താങ്കളോടൊന്ന് തുറന്ന് ചോദിക്കുകയാണ്. പല തിരഞ്ഞെടുപ്പ് നിരീക്ഷകരൊക്കെ പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽപ്പിച്ച ശേഷം ഒരുപക്ഷെ നിയമത്തിന് ശേഷം കായംകുളത്ത് BJP ജയിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആലപ്പുഴയിൽ 1-2 സീറ്റുകളെങ്കിലും. താങ്കൾ അതിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും വലിയ ആശങ്കയുണ്ടോ? പ്രത്യേകിച്ച് ആലപ്പുഴയിൽ വളർന്നൊരാളെന്ന നിലയിൽ. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ചുകൊണ്ട് ഭാവി രാഷ്ട്രീയത്തെ ആ നിലയിൽ മാത്രം വിലയിരുത്തുന്നതിനോട് യോജിപ്പില്ല. BJP കുറച്ച് പുരോഗതി കൈവരിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അന്നത്തെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, സംഘടനാപരമായ കാരണങ്ങളുണ്ട്, സാമൂഹ്യമായ ഘടകങ്ങൾ. ആ ഘടകങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കി അത് മറികടക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കായംകുളത്തിൽ അങ്ങനെ അല്ല, കായംകുളം ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. വലിയ തിരിച്ചടികൾ ഉണ്ടായ സമയത്തും കായംകുളത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സവിശേഷമായ നിലയിലുള്ള തെരഞ്ഞെടുപ്പ് വിധിയാണ് അവിടെ ഉണ്ടായത്. ആ വിധി സ്ഥായിയായത് ആണെന്നോ അത് ഇനി ഉള്ള തെരഞ്ഞെടുപ്പുകളിലും അതേ നിലയിൽ പ്രതിഫലിക്കുമെന്നോ ഞങ്ങൾ കരുതുന്നില്ല. പലർക്കും അത് ആഗ്രഹിക്കാം. മനോരമാദി പത്രങ്ങളൊക്കെ പറയുന്നത് ഗ്രൂപ്പിസമാണ് കായംകുളത്തെന്നാണ്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു റാലി ഇപ്പൊ നടത്തുകയുണ്ടായിരുന്നു. എതിരായിട്ടുള്ള ഈ പറയുന്ന മനോരമാദി പത്രങ്ങൾ അടക്കം ആ റാലി എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് നിങ്ങൾ നോക്കും. ഞങ്ങൾ ഒരു 50,000 ആളുകളെ പങ്കെടുപ്പിക്കാനാണ് ഞങ്ങളുടെ പരിപാടി തയ്യാറാക്കിയത്. പക്ഷെ ഞങ്ങളുടെ കണക്കൂട്ടലുകളെ പോലും തെറ്റിച്ചുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യർ, തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും അടക്കമുള്ള ജനസഞ്ചയമാണ് അവിടെ പങ്കെടുത്തത്. 10,000-കണക്കിന് ആളുകൾ ആ ആലപ്പുഴ പട്ടണത്തിലെ ആ ബീച്ചിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്തത്. അവർക്ക് നൽകാൻ കഴിയുന്ന ആത്മവിശ്വാസം,
അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ വസ്തുതകൾ അവരോട് വിശദീകരിച്ച് ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിക്ക് ഞങ്ങൾ പരിഹാരം കാണും. താങ്കള് പറയുന്നത് ഹരിപ്പാട് അടക്കം ഇപ്രാവശ്യം നേടാനുള്ള ശ്രമങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് 100 9 സീറ്റ് നേടാനുള്ള സാധ്യതയുണ്ട്. ഹരിപ്പാട് ഞങ്ങൾക്ക് അന്യമായ ഒരു മണ്ഡലമൊന്നുമല്ല. ശക്തി തുറക്കുന്ന ഒരു ശക്തി ദുർഗമല്ല. കഴിഞ്ഞ മുമ്പ് 2016 അവിടുത്തെ MLA ആയിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല ജയിച്ചത് 4000 വോട്ടിനാണ്. കിടന്നു കയറാനാവാത്ത കോട്ടയൊന്നുമല്ല. അതിനൊക്കെ ഞങ്ങൾ അവിടെ ജയിച്ചിട്ടുള്ളതല്ലേ. ഇടതുപക്ഷം ജയിച്ചിട്ടുള്ളതാണ്. ദീർഘകാലം സഹാം TBC വാര്യനായിരുന്നു അവിടുത്തെ MLA. അതിനുശേഷം സഹാം TK ദേവകുമാർ അവിടെ വിജയിച്ചിട്ടുണ്ട്. RSP സ്ഥാനാർത്ഥിയായിട്ടുള്ള താമരാക്ഷൻ ജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഒരു മണ്ഡലമാർഗം അങ്ങനെ തീർച്ചയായി കൊടുത്തിട്ടൊന്നുമില്ല. ചോദിക്കുന്നതിൽ വിമുഖത കാണിക്കരുത്, എന്നാലും ചോദിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള സുധാകരന്റെ പ്രസ്താവന പാർട്ടിക്ക് ഭയങ്കര സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്നൊക്കെ ഒരു പ്രചാരണം സുധാകരൻ നിഷേധിച്ചെങ്കിലും താങ്കൾക്ക് അതിനെ കുറിച്ച് പ്രതികരിക്കാൻ പറ്റുമോ? അല്ല, പാർട്ടിക്ക് സെറ്റ് ബാക്ക് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തെ പോലെ ഒരാളിന്റെ നാവിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നത് വസ്തുതയാണ്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുകയാണ് ചെയ്യുന്നത്. കള്ളത്തരം കാണിച്ചല്ല ഇടതുപക്ഷം ജയിച്ചത്. അങ്ങനെ കള്ളത്തരം കാണിച്ചും പണം ഉപയോഗിച്ച് ജനങ്ങളുടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നു. ഈ തൃശ്ശൂരാണല്ലോ BJPക്ക് കൊണ്ടുവന്ന കുഴൽപ്പണം പിടിച്ചത്. അങ്ങനെ പണം വാരിയെറിഞ്ഞും MLA മാരെയും MP മാരെയും കാശ് കൊടുത്ത് ചാക്കിട്ട് പിടിച്ചും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പ്രസ്ഥാനമല്ല ഇടതുപക്ഷം എന്നുള്ളത് അറിയാമല്ലോ. 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെ പറഞ്ഞു അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭാവനാപരമായി പറഞ്ഞതാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം 36-37 വർഷക്കാലം മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഇപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. അദ്ദേഹം യഥാർത്ഥത്തിൽ അത്തരം ഒരു പ്രയോഗം നടത്താൻ പാടില്ലായിരുന്നു എന്നത് ശരിയാണ്. പുതിയ രാഷ്ട്രീയ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്. അത് തങ്ങളുടെ അഭിപ്രായം ചോദിക്കുക മാത്രമാണ്. കുട്ടനാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഏറ്റെടുക്കണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിരിക്ഷൻ കമ്മ്യൂണിസ്റ്റുകളുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ കർഷകർ കൂടുതലുള്ളതാണ്. അങ്ങനെ വല്ല സീരിയസ് ആയ ഗൗരവമായ ചർച്ചകളെല്ലാം നടക്കുന്നു. തീർച്ചയായും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളാണ് ഇപ്പൊ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഒരു മുന്നണി സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. CPIM എന്ന നിലയിൽ മാത്രമല്ല, CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം ചേരുന്ന ഒരു മുന്നണിയാണ്. ആ മുന്നണിയിൽ എല്ലാവർക്കും അവരുടേതാകുന്ന അന്തസ്സ് സംരക്ഷിക്കപ്പെടണം. ഞങ്ങൾ മാത്രം മത്സരിക്കുക, വേറെ അടിപ്പിക്കണ്ട എന്നൊരു പിടിച്ചു വാങ്ങേണ്ട കാര്യം അവിടെയുള്ള കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ പുതിയ കാലത്തെ പ്രവർത്തകരൊക്കെ പറയുന്ന ഒരു അടിസ്ഥാനമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ മുമ്പിലുണ്ട്. MLA ആരാണെന്നുള്ളതല്ല, അവിടെ ഗവൺമെന്റിന്റെ അവിടെ ഗവൺമെന്റിന്റെ സംരക്ഷണം കൊടുക്കാൻ കഴിയുന്ന സുശക്തമായ രാഷ്ട്രീയ സംവിധാനമുണ്ട്. ആ സംവിധാനം ഇനിയും കൂടുന്നുണ്ട്. ഒരു കാര്യം കൂടെ, താങ്കളെ കൂടുതൽ അറിയുന്ന മണ്ഡലം ഇപ്പൊ അരൂർ മണ്ഡലം കുറെ താങ്കൾ അറിയുന്ന മണ്ഡലം, താങ്കൾ ജീവിക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പം കുറെ നാളുകളിൽ KR ഗൗരിയുടെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പൊ അരൂർ പോയി കഴിഞ്ഞാൽ പല പഴയ വീടുകളിലും ഗൗരിയമ്മയുടെയും മാരനാച്ചേരി ശ്രീനാരായണഗുരുവിന്റെ ഫോട്ടോകൾ വരും. പക്ഷെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അപ്രത്യക്ഷമായി തിരിച്ചടി ഇടതുപക്ഷനെ തിരിച്ചു പിടിച്ചു എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ അവിടെ ഒരു പരാജയം ഉണ്ടായി, ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. വളരെയധികം അപ്രതീക്ഷിതമായ ഒരു പരാജയമായിരുന്നു. ആ പരാജയം തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പരാജയം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അത് വസ്തുതയാണ്. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ തന്നെ ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദൗർബല്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നേരിട്ടതുകൊണ്ടാണ് അന്ന് ജയിച്ച സ്ഥാനാർത്ഥി തന്നെ സിറ്റിംഗ് MLA ആണല്ലോ അവിടെ മത്സരിച്ചത്. അവരെ പരാജയപ്പെടുത്തിയാണ് ഞങ്ങൾ ആ സീറ്റ് തിരിച്ചു പിടിച്ചത്. അപ്പൊ ഞങ്ങളുടെ അടിത്തറ അവിടെയുണ്ട്. ആ അടിത്തറ സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിൽ എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ പോരായ്മ ചിലപ്പോൾ പരാജയത്തിന് കാരണമായിട്ടുണ്ടാവാം. അത് തുറന്ന മനസ്സോടെ കാണുകയും ആ പരാജയത്തിന്റെ ഇടയായ കാരണങ്ങൾ സ്വയം വിമർശന ബുദ്ധിയ ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് അത് തിരുത്താൻ ആർജവമുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചെറിയ തിരിച്ചടി നേരിട്ടു. പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി തിരിച്ചു വന്നു. അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിലും
റെക്കോർഡ് ഭൂരിപക്ഷം നേടിയാണ് 40,000 സ്ഥാനാർത്ഥി 40,000 വോട്ട് ഭൂരിപക്ഷം നേടിയാണ്. അപ്പൊ ഒരു വക 2026 ഒരു വക ആശങ്കയില്ല, അങ്ങനെ 2026 ഇടതുപക്ഷോടെ വിജയിക്കും. അതിൽ യാതൊരു സംശയമില്ല. സഖാവിന് നേരിട്ട് ഗൗരിയമ്മ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഗൗരിയമ്മയെ കണ്ടിരുന്നത്? തീർച്ചയായും ഏറ്റവും ആലപ്പുഴയില് 1979 പാർട്ടി അംഗത്വത്തിൽ വന്നയാളാണ്. അതിനുശേഷം 1982 മുതലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രാദേശികമായി പങ്കെടുത്തിട്ടുണ്ട്. 1987 തെരഞ്ഞെടുപ്പിൽ അരൂർ അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സജീവ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഗൗരിയമ്മയോടൊപ്പം ഗൗരിയമ്മ ആ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ യുവജന പ്രവർത്തകരെല്ലാം അന്ന് ഈ പറഞ്ഞ പോലെ ശുദ്ധജലം ലഭ്യമല്ലാത്ത സ്ഥലത്ത് ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തനത്തിൽ ഞങ്ങളെല്ലാം അണിനിരത്തുമായി. അതുപോലെ അരൂരത്തെ ആശുപത്രി, അരൂരത്തെ വില്ലേജ് ഓഫീസ്, ഇതെല്ലാം നിർമ്മിച്ചത് CPM-ന്റെ പ്രവർത്തകരാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇതൊന്നും നൽകിയത്. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം അടിത്തറയുള്ള ഒരു പ്രദേശം തന്നെയാണ്. ഭൂരിപക്ഷ അടിത്തറ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ ക്രമാനുഗതമായി അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തി CPIM ആണ്. ഇപ്പോൾ സഖാവ്, ഈ നമ്മുടെ നയനാർ ദിനത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. താങ്കൾക്ക് വ്യക്തിപരമായി നയനാർസുകാരെ കാണുന്നത് അല്ലെങ്കിൽ എപ്പോഴും ആലപ്പുഴയിൽ അങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ എന്റെ പ്രേക്ഷകർ? തീർച്ചയായും ഞാന് നയനാര് അദ്ദേഹം ദീർഘകാലം ഒളിവിൽ കഴിഞ്ഞ സ്ഥലമാണ് ആലപ്പുഴ. സുകുമാരൻ എന്ന അതൊരു പുതിയൊരു അറിവാണ് പ്രേക്ഷകർക്കൊന്ന് പറയുന്നതോട് കൃത്യമായിട്ട് പറയാമോ? കേരള കൗമുദി പത്രത്തിന്റെ ലേഖകനായി അദ്ദേഹം ആലപ്പുഴയിൽ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആലപ്പുഴയുടെ പിന്നീടുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ആലപ്പുഴയ്ക്ക് പ്രത്യേകമായി പരിഗണന നൽകിയിട്ടുള്ള ആളാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും ആലപ്പുഴയോട് അദ്ദേഹത്തിന് പ്രത്യേകമായ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം 92 സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ ഞാനൊന്ന് തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ സംസ്ഥാന ഭാരവാഹിയായി പ്രവർത്തിക്കുകയാണ്. അന്ന് ദൈനംദിനം എന്നോണം സെന്റർ തന്നെയായിരുന്നു നിങ്ങളുടെ ഓഫീസൊക്കെ? ഞങ്ങളുടെ ഓഫീസിൽ പ്രത്യേകം ഡിവൈഎഫ്ഐ ഓഫീസ് AKG സെന്ററിന്റെ തൊട്ടടുത്ത് തന്നെ ഡിവൈഎഫ്ഐക്ക് സ്വന്തമായ ഓഫീസ് 1988 ഞങ്ങൾ വാങ്ങിയിരുന്നു. ആ ഓഫീസിലാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും ദൈനംദിനം എന്നോണം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നയനാരെ ദൈനംദിനം എന്നോണം കാണാൻ, അദ്ദേഹവുമായി ആശയവിനിമയം നടത്താനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1994 മുതൽ ഞാൻ ആലപ്പുഴ പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാൻ വരുമ്പോഴും ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും പരിപാടികൾക്ക് വരുന്ന നേതാക്കന്മാരെ എസ്കോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോ നയനാര് മാത്രമല്ല, സഹോ VS ആണെങ്കിലും ഇപ്പൊ സഹോ പിണറായി വിജയൻ ആണെങ്കിലും സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ഇവരാര് വരുന്നാലും ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പരിപാടിക്കോ പര്യടനത്തിനോ പോകുമ്പോൾ അവരോടൊപ്പം. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം നമ്മള് സഖാവ് നയനാരുടെ സംഭാവനകളും രാഷ്ട്രീയം മൊത്തം പറയും, സഖാവിന്റെ ഭക്ഷണം തീർച്ചയായും സഖാവ് നയനാര് ആലപ്പുഴ DC ഓഫീസിൽ വരുമ്പോ അവിടെ അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ നല്ല മത്സ്യമാണ് അവർക്ക് ഇഷ്ടം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം. അത് സഖാവ് നയനാരുടെ മാത്രമല്ല, സഖാവ് ഗൗരിയമ്മ നല്ലൊരു ആതിഥേയയാണ്. നയനാര് വീട്ടിൽ വരുമ്പോ ഗൗരിയമ്മ അന്ന് മന്ത്രിയും MLA ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അരൂര് ഭാഗത്ത് പൊന്നാമുളിയിൽ നിന്നൊക്കെ നല്ല മത്സ്യം വാങ്ങി കൊണ്ടുപോയി ഗൗരിയമ്മ അവിടെ പ്രത്യേകമായി തയ്യാറാക്കി ഇവർക്കൊക്കെ കൊടുക്കുമായിരുന്നു. സഖാവ് പിണറായി വിജയൻ പലവട്ടം ഞങ്ങൾ ഒരുമിച്ച്, ഞാനും സഖാവ് പിണറായി വിജയൻ സഖാവും ഒരുമിച്ച് ഗൗരിയമ്മയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇത്രയും തിരക്കിനിടയിലും സഖാവ് നമ്മളോട് സംസാരിച്ചു. ഒരുപാട് നന്ദി ചന്ദ്രാവ് സാബ്. എല്ലാ ഭാവങ്ങളും